സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷനെ നമുക്ക് ഭക്ഷണ രീതി കൊണ്ട് മാറ്റാൻ വേണ്ടി കഴിയുമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. സ്ട്രെസ്സ് കുറക്കാനുള്ള 5 വളരെ പ്രധാനപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്പർ 1, ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മാഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസും മാഗ്നീഷ്യവും കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിനെ കുറക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റുകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ കോർട്ടിസോൾ കുറച്ച് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിനകത്തുള്ള എൻഡോർഫിൻസിനെയും സെറട്ടോണിനെയും ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഡാർക്ക് ചോക്ലേറ്റിന് കഴിവുണ്ട്. ഇത് രണ്ടും ഈ എൻഡോർഫിൻസും സെറട്ടോണിൻ്റെയും ഉൽപ്പാദനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകമായിട്ട് കഴിയും. രണ്ടാമത് ഫാറ്റി ഫിഷുകളാണ്. നമ്മുടെ അയല, മത്തി പോലെയുള്ളതും സാൽമൺ പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ തന്നെ ഒമേഗ 3യുടെ കണ്ടൻറ്റ് വളരെയധികമുണ്ട്. ഒമേഗ 3 എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇൻഫ്ലമേഷൻസ് കുറക്കുന്നതുകൊണ്ട് തന്നെ ഇത് സ്ട്രെസ് ഹോർമോണിൻ്റെ അളവും ശരീരത്തിൽ ക്രമാനുഗതമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും. ഒമേഗ 3 അടങ്ങിയ ഫാറ്റി ഫിഷുകളാണ് നമ്പർ 2. നമ്പർ 3 ബ്ലൂബെറീസ് ആണ്. ബ്ലൂബെറി എന്ന് പറയുന്ന കണ്ടൻറ്റിനകത്ത് ധാരാളമായിട്ട് വൈറ്റാമിൻ സി ഉണ്ട്. വൈറ്റാമിൻ സി എപ്പോഴും കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിനെ കുറക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത് ടെൻഷൻ കുറക്കാനും സഹായിക്കും. ഇതേപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ എല്ലാം തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൽ കുറക്കാൻ വേണ്ടിയും സഹായിക്കും. നാലാമതായിട്ട് സ്പൈനാച്ച് പോലെ ഉള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെയും നമ്മുടെ ശരീരത്തിന് അകത്ത് ധാരാളം ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇതിനകത്തുള്ള മഗ്നീഷ്യം എപ്പോഴും തന്നെ നമ്മുടെ പേശികളുടെ റിലാക്സേഷനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ മുഴുവൻ റിലാക്സ് ചെയ്യിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. നമ്പർ 5, നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സ് അടക്കമുള്ള എല്ലാ നട്ടുകളും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇതിലൊക്കെ ധാരാളമായിട്ട് നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. നല്ല കൊഴുപ്പുകളും പ്രോട്ടീനും എപ്പോഴും നാഡീവ്യവസ്ഥയുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നട്ട്സിനകത്തൊക്കെ വൈറ്റാമിൻ ഇ എന്ന് പറയുന്ന ഘടകമുണ്ട്. വൈറ്റാമിൻ ഇ എന്ന് പറയുന്ന നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഇവിടെയും കുറക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ആഘാതങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിയും. മഗ്നീഷ്യവും നട്ട്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലുള്ള സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവിനെ കുറക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ പറയുന്ന 5 വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണ വസ്തുക്കളും നമ്മുടെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകളെയും ഒരു വലിയ പരിധിവരെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ.